എവരിവൺ, OT ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് keep the microscope in a dry, cool and well ventilated place to prevent fungus growth on the optics or lenses. ഓക്കെ, അതായത് നമ്മൾ മൈക്രോസ്കോപ്പ് എവിടെയാണ് വെക്കേണ്ടത്? ഡ്രൈ ആയിട്ടുള്ള, കൂൾ ആയിട്ടുള്ള, വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ വേണം മൈക്രോസ്കോപ്പിനെ നമ്മൾ വെക്കേണ്ടത്. കാരണം ഫംഗസ് ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒപ്റ്റിക്സിലൊക്കെ ഫംഗസ് ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കണം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ഫ്രം ഡസ്റ്റ് ഡ്രേപ്പ് എ കവർ ഓവർ ദ മൈക്രോസ്കോപ്പ്. വിനൈൽ കവറിംഗ് ആർ പ്രിഫേർഡ്. ഡസ്റ്റ് ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഒരു കവർ വെച്ച് മൈക്രോസ്കോപ്പിനെ കവർ ചെയ്ത് വെക്കുക. അതായത് മാക്സിമം വിനൈൽ കവറിംഗ് ആണെങ്കിൽ അത് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ലൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് വിനൈൽ കവറിംഗ് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ അതില്ലെങ്കിൽ പോലും മൈക്രോസ്കോപ്പ് എപ്പോഴും കവർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വൈപ്പ് ഡൗൺ ദ എക്സ്റ്റേണൽ സർഫസസ് വിത്ത് എ ക്ലോത്ത് സോക്ഡ് വിത്ത് ഡിസിൻഫെക്റ്റന്റ്. അതായത് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിന്റെ എക്സ്റ്റേണൽ സർഫസസ് ഡിസിൻഫെക്റ്റന്റ്, നല്ല ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്ത് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് അത് സോക്ക് ചെയ്ത് തുടയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഒരു സ്ഥലത്തും എന്താ പറയാ ഡിസിൻഫെക്റ്റന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ ഒന്നും പോകാതെയും ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ കവർ ദ ഫുഡ് പെഡൽ വിത്ത് എ ക്ലിയർ പ്ലാസ്റ്റിക് ബാഗ് ടു പ്രിവെന്റ് സർജിക്കൽ ആൻഡ് ക്ലീനിങ് ഫ്ലൂയിഡ്സ് ഫ്രം എൻറ്ററിങ് ആൻഡ് ഡാമേജിങ് ദ ഇലക്ട്രോണിക്സ്. അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിന് ഫുഡ് പെഡൽ ഉണ്ടെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ടോ കവർ ചെയ്ത് വെക്കുക. അതായത് സർജിക്കൽ അല്ലെങ്കിൽ ക്ലീനിങ് ഫ്ലൂയിഡ്സ് ഒക്കെ അതിലേക്ക് എൻ്റർ ആയി ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ അത് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൂടി ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സർജറി സമയത്ത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ബ്ലഡോ ബ്ലഡി ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ഒക്കെ എന്താ പറയാ നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഫുഡ് പെഡലിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ എന്താ പറയാ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും ക്ലീൻ ചെയ്യാൻ. അപ്പൊ ഒരു പ്ലാസ്റ്റിക് ബാഗ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡും സെക്രീഷൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാഗ് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഫുഡ് പെഡല് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളായതുകൊണ്ട് തന്നെ ഡാമേജ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ദ ഫുഡ് പെഡൽ ഓഫ് ദ ഫ്ലോർ വെൻ വാഷിംഗ് ദ ഫ്ലോർ. അതായത് ഇപ്പോൾ വാഷ് ചെയ്യുവാണ്, ഫ്ലോർ വാഷ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിന്റെ ഫുഡ് പെഡലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ വെള്ളം വീഴുന്നതിൽ നിന്നും ഒക്കെ ഡാമേജിൽ നിന്നും ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. ദെൻ യൂസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ വിത്ത് ദ മൈക്രോസ്കോപ്പ്. വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുക. എന്താ പറയാ, പെട്ടെന്ന് ഇപ്പം കറണ്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒക്കെ സർജിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന് അത് ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബിഫോർ യൂസിങ് ചെക്ക് ദ കൺട്രോൾസ് ഓഫ് ഫുഡ് പെഡൽ. അതായത് സൂം, ഫോക്കസ്, ലൈറ്റ് ഓൺ ആൻഡ് ഓഫ്. നമ്മൾ എന്ത് എക്യുപ്മെന്റ് ആയാലും നമ്മൾ സർജിക്കലി യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ ഫുഡ് പെഡൽ കൺട്രോൾസും ഒക്കെ എന്താ പറയുക വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ, അതിന്റെ ബ്രൈറ്റ്നെസ്, ഓരോ മൈക്രോസ്കോപ്പിലുള്ള എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടോ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് avoid kinking or bending the fiber optic cables.
ഫൈബ്രോ ഒപ്റ്റിക് കേബിൾസ് കിങ്ക് ആവുന്നതിൽ നിന്നും ബെൻഡ് ആകുന്നതിൽ നിന്നും അവോയ്ഡ് ചെയ്യുക. അതായത് അത്രയും കെയർ ആയിട്ട് കേബിൾസിനായാൽ പോലും യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡു നോട്ട് മൂവ് ദ മൈക്രോസ്കോപ്പ് വൈൽ ദ ബൾബ് ഈസ് ഹോട്ട്, ഇറ്റ് ഡാമേജ് ദ ഫിലമെന്റ്. ഓക്കെ, ബൾബ് ഹോട്ട് ആയിരിക്കുന്ന സമയത്ത് മൈക്രോസ്കോപ്പ് മൂവ് ചെയ്യാതിരിക്കുക. അത് അതിന്റെ ഫിലമെന്റിന് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവറി 6 months ക്ലീൻ ആൻഡ് ഓയിൽ ദ വീൽസ് ആൻഡ് ബ്രേക്സ്. ഓരോ 6 മാസം കൂടുമ്പോഴും മൈക്രോസ്കോപ്പിന്റെ വീൽസിലോ അതിന്റെ എന്താ പറയാ ബ്രേക്സിലോ നമ്മൾ ലോക്ക് ചെയ്യുന്ന അറിയാലോ, ടയർ ലോക്ക് ചെയ്ത് വെക്കുമല്ലോ മൈക്രോസ്കോപ്പ് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ, അതിലൊക്കെ ഓയിൽസ് ഇടുക, അത് ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ദ സസ്പെൻഷൻ ആം ക്യാൻ ബി ഫിക്സഡ് ഇൻ പൊസിഷൻ. മൈക്രോസ്കോപ്പിന്റെ സസ്പെൻഷൻ ആം കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ആയിരിക്കുന്നുണ്ടോ, അത് ലൂസ് ആണോ ടൈറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്ജസ്റ്റബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡു നോട്ട് ടച്ച് ഒപ്റ്റിക്കൽ സർഫസ് വിത്ത് ബെയർ ഫിംഗേഴ്സ് ക്യാൻ കോസ് ഡാമേജസ്. ബെയർ ആയിട്ടുള്ള ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒപ്റ്റിക്കൽ സർഫസസിൽ ടച്ച് ചെയ്യരുത്. ഒന്നുകിൽ ഒപ്റ്റിക്സ് ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചോ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ പാഡ്സ് ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ബെയർ ഹാൻഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു ക്ലീൻ ദ ഒപ്റ്റിക്കൽ പാർട്സ് വി ക്യാൻ യൂസ്. നമ്മുടെ ഒപ്റ്റിക്കൽ പാർട്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. വാട്ടർ ബേസ്ഡ് സൊല്യൂഷൻ, മൈൽഡ് ന്യൂട്രൽ ഡിറ്റർജന്റ്, ഇത് ഉപയോഗിച്ചും ക്ലീൻ ചെയ്യാം. എ മിക്സ്ചർ ഓഫ് 60% അസെറ്റോൺ ആൻഡ് 40% മെത്തനോൾ. ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്തും നമുക്ക് ഒപ്റ്റിക്കൽ പാർട്സിനെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. ദെൻ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഓക്കെ, ഇത് ഉപയോഗിച്ചും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് do not apply optical cleaning solutions directly. Apply them to lens paper or swab then use. അതായത് ഒപ്റ്റിക്കൽ ക്ലീനിങ് സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് അതിലേക്ക് എടുത്ത് ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്തെങ്കിലും ലെൻസ് പേപ്പറിലോ സ്വാബിലോ കോട്ടണിലോ അത് എന്താ പറയാ സോക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ദെൻ ഓൾവേസ് പ്ലേസ് ഒപ്റ്റിക്കൽ കമ്പോണൻസ് ഓൺ എ സോഫ്റ്റ് സർഫസ് ടു അവോയ്ഡ് സ്ക്രാച്ചസ്. ഒപ്റ്റിക്കൽ കമ്പോണൻസ് സോഫ്റ്റ് സർഫസിൽ വേണം പ്ലേസ് ചെയ്യേണ്ടത്. അത് സ്ക്രാച്ചസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടു അവോയ്ഡ് ഫംഗസ് യൂസ് ഒപ്റ്റിക്കൽ ഫംഗിസൈഡ്. If unavailable, use സർജിക്കൽ സ്ക്രബ് സോപ്പ്. ഫംഗസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഫംഗിസൈഡ്സ് യൂസ് ചെയ്യാം. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സർജിക്കൽ സ്ക്രബ് സോപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.